മണിയമ്പിള്ള രാജു അറസ്റ്റിൽ ആ വാർത്തകളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ചയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മണിയമ്പിള്ള രാജു ഇങ്ങനെ എടുത്തെടുത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ അത് ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാനാണ് കാർ ഓടിച്ചത്, ഞാൻ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത്, ഞാനാണ് കാർ ഓടിച്ചതെന്ന് അദ്ദേഹം ഇങ്ങനെ അതിങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അതിലെന്തോ ഒന്ന് മറയ്ക്കാനില്ലേ? ഈ തലസ്ഥാന നഗരിയിലെ ട്രിവാൻഡ്രം ക്ലബ്ബ് എന്ന് പറയുന്നത് സമ്പന്നന്മാരുടെ മാത്രം ക്ലബ്ബാണെന്ന് പറയാം. അതിനകത്ത് പുരുഷ സ്ത്രീ ഭേദമില്ലാതെ രാത്രിയിൽ ആളുകളൊക്കെ ഒത്തുകൂടാറുണ്ട്, അവരുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഈ നുരഞ്ഞു പൊന്തുന്ന ഗ്ലാസിന്റെ മുമ്പിലായിരിക്കും അവരുടെ ഈ സൗഹൃദം വെച്ച് പുലർത്തുന്നത്. അതാണ് പറഞ്ഞത്. അങ്ങനെ മദ്യപിക്കുന്നവർ സ്വാഭാവികമായിട്ടും ഡ്രൈവറെ കൊണ്ടുവരണം, അല്ലെങ്കിൽ വീട്ടിൽ മദ്യപിക്കാത്ത മറ്റാരെങ്കിലും കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സെലിബ്രിറ്റികളായിട്ടുള്ള ഉദ്യോഗത്തിന്റെ ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്, ഈ വിരുന്നിലൊക്കെ പങ്കെടുത്തു, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അനുസരിച്ച് മദ്യം കഴിച്ചതിന് ശേഷമാണ് പോകുന്നത്. ഇവിടെ എന്താ പറയുന്നത്, രാത്രി 10 മണി ശേഷം ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ആഡംബര കാർ അമിത വേഗതയിൽ വരുന്നു. 2 യുവാക്കൾ ബൈക്കിൽ ഇരുന്നപ്പോൾ അവർ ആ കാറിന്റെ വരവ് ശ്രദ്ധിച്ചു. പക്ഷേ അവർ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാർ തൊട്ടടുത്തേക്ക് എത്തുകയും ഈ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഒരാൾ പിന്നിലിരുന്ന ആൾ തെറിച്ച് പുറത്തേക്ക് പോയി, മറ്റേ ആളും ബൈക്കും കൂടെ റോഡിൽ കിടന്നപ്പോൾ ഈ കാറ് ഇടിച്ചിട്ട് നിരക്കിക്കൊണ്ട് പോയി. അപ്പോൾ റോഡിലൂടെ നിരക്കിപ്പോയി. ഇപ്പൊ സംഭവിച്ചത് 2 പേർക്കും നട്ടലിനും മുട്ടിന് താഴോട്ടും ഒക്കെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ചത് ആരാണ്? അന്വേഷിച്ച് വരുമ്പോൾ അത് മണിയമ്പിള്ള രാജുവാണ്. മണിയമ്പിള്ള രാജു വാഹനം നിർത്തിയില്ലെന്ന് മാത്രമല്ല, പോലീസ് രാത്രി മുഴുവൻ അന്വേഷിച്ചിട്ടും ഈ മണിയമ്പിള്ള രാജുവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നീട് രാവിലെ 10 മണിയോടുകൂടി ഈ കേസ് എടുത്തുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മണിയമ്പിള്ള രാജു സ്വമേധയാ ചെല്ലുന്നു, കീഴടങ്ങുന്നു. എന്നിട്ട് പറഞ്ഞു, ശരി നമുക്ക് വൈദ്യപരിശോധനയ്ക്ക് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ വൈദ്യപരിശോധന നടത്തുമ്പോൾ മണിയമ്പിള്ള രാജുവിന്റെ രക്തത്തിൽ നിന്ന് ഒരു അപകടകരമായ രീതിയിലുള്ള മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ഒരു മനുഷ്യൻ മദ്യപിച്ചു കഴിഞ്ഞാൽ 8 മണിക്കൂർ കഴിഞ്ഞാൽ രക്തത്തിൽ മദ്യത്തിന്റെ സാമ്പിൾ കണ്ടെത്താനായിട്ട് പ്രയാസമാണ്. അതൊരു സ്വാഭാവികമായ പ്രോസസ്സാണ്. അപ്പൊ ഈ 10 മണിക്കൂറോളം മാറി നിൽക്കാനായിട്ട് മണിയമ്പിള്ള രാജുവിനെ ആര് സഹായിച്ചു? പോലീസ് ശ്രമിച്ചിട്ട് മണിയമ്പിള്ള രാജുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലേ? മാത്രമല്ല, മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചിരിച്ച മുഖത്തോടെ വന്ന മണിയമ്പിള്ള രാജു താൻ ഒറ്റയ്ക്കാണ് വണ്ടിയിലുണ്ടായിരുന്നത്, താൻ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്, താൻ വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയതാണ്, പേടിച്ചാണ് നിർത്താതെ പോയത്. ഇതുപോലെയായിരുന്നു പണ്ട് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥന്റെ സംഭവം ഉണ്ടായത്. അന്നും ശ്രീറാം വെങ്കിട്ടരാമൻ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചില കാറിൽ ആരോ ഉണ്ടായിരുന്നു, അല്ലെ? അതൊരു സ്ത്രീയാണ് എന്നും പിന്നീട് ആ സ്ത്രീയെ കുറിച്ചുള്ള ഊഹാഭോഹങ്ങൾ പിന്നീട് അത് വാർത്തകളായി. പിന്നീട് ആ സ്ത്രീ പിന്നെ വെങ്കിട്ടരാമനെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തി. അങ്ങനെ കുറെ കോലാഹലങ്ങൾ അതിലുണ്ടായി. ആദ്യം ശ്രീറാം വെങ്കിട്ടരാമൻ മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് വന്നത്. അപ്പോൾ ഈ തലസ്ഥാന നഗരിയിൽ ഉള്ള ആളുകൾക്ക് 2 തരം നീതിയാണ്. സമ്പന്നന്മാർക്ക് ഒരു നീതി, സാധാരണക്കാർക്ക് ഒരു നീതി. ഒരു പോലീസ് സംവിധാനം വിചാരിച്ചാൽ മണിയമ്പിള്ള രാജു ഓടിച്ച വാഹനത്തെ കണ്ടെത്താനോ മണിയമ്പിള്ള രാജുവിനെ പിടികൂടാനോ ഒരു രാത്രി കൊണ്ട് സാധിക്കില്ലേ? തീർച്ചയായിട്ടും. തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഇതൊക്കെ സാധ്യമായ കാര്യങ്ങളാണ്. പക്ഷേ നമുക്കറിയാം, സെലിബ്രിറ്റികളുടെ കാര്യങ്ങൾ വരുമ്പോൾ അത് മാറും. ചിലർ വരുമ്പോൾ ചരിത്രം മാറും എന്നൊക്കെ പറയുന്ന പോലെ നിയമം മാറി നോക്കും. ഇവിടെയും അതുതന്നെയാണ് സംഭവം. കാരണം സെലിബ്രിറ്റികളുടെ പിന്നാലെ പോലീസ് പോയി കഴിഞ്ഞാൽ പോലീസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സെലിബ്രിറ്റികളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതായിരിക്കും. അപ്പോൾ അവർ അന്വേഷിച്ചു ചെന്നു, മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിൽ ചെന്നു അന്വേഷിച്ചു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു അതേ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. പോലീസ് അത് വിശ്വസിക്കുകയും തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ എന്തിന് പോലീസ് അങ്ങനെ വിശ്വസിച്ചു? എന്തിനു തിരിച്ചുപോയി? പറയണ മണിയമ്പിള്ള രാജുവിന്റെ വീട്ടുകാരാണ്. അതാണ് സാധാരണക്കാരൻ പാക്കരന്റെ വീട്ടുകാരല്ല. പാക്കരന്റെ വീട്ടിലാണെങ്കിൽ ആ വീട് മൊത്തം അരിച്ചു പറക്കി പാക്കരന്റെ അടുക്കളയിലും ബാത്റൂമിലും റൂമിലുള്ള എല്ലാം വലിച്ചു പറക്കി പാക്കര ഏതെങ്കിലും പെട്ടിക്കകത്തിരിക്കണമെന്ന് വരെ തപ്പി നോക്കിയിട്ടേ പോലീസ് പോകും. അപ്പൊ ഇവിടെ മണിയമ്പിള്ള രാജുവിന് വേണ്ടിയിട്ട് ഒരു ഉന്നതന്റെ കോള് പോയി എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, പിന്നീട് രാജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിയല്ലേ? കാരണം ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ചെന്നാൽ രക്തത്തിൽ അപകടകരമായ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണെങ്കിൽ അത് കൊലപാതക കുറ്റത്തിന് വരെ കാരണമാകാം. ഇവിടെ ഒരു പക്ഷേ അലക്ഷ്യമായി വാഹനം ഓടിക്കുന്ന ഒരു കുറ്റത്തിലേക്ക് ഒതുങ്ങുന്നതായിരിക്കും. അപ്പോൾ മണിയമ്പിള്ള രാജു ഒറ്റയ്ക്കായിരുന്നോ? ഈ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ആരൊക്കെ മണിയമ്പിള്ള രാജുവിൻ്റെ കൂടെ മദ്യപാന സദസ്സിൽ പങ്കെടുത്തു? ഇതിൽ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, അപകടം കണ്ടപ്പോൾ പേടിച്ച് നിർത്താതെ പോയി. പക്ഷേ അപകടത്തിൽ പരിക്കേറ്റ 2 യുവാക്കളെ മണിയമ്പിള്ള രാജുവിനെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ ജനങ്ങൾക്കിടയിൽ പേര് കേട്ട ഒരു താരമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അയാൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, ഇത് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. മദ്യപിക്കുന്നു, കാർ ഓടിക്കുന്നു, ആക്സിഡന്റ് ഉണ്ടാകും. ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപന കാര്യത്തിലുണ്ട്. അത് ആക്സിഡന്റിൽ പെട്ടിരിക്കുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി സ്വയം ശ്രമിക്കുകയോ
അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടി അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യാമെന്നോ. അത് ചെയ്തില്ല. അത് ചെയ്യാത്തതിൻ്റെ കാരണം മണിയമ്പിള്ള രാജു പറഞ്ഞു, ഞാൻ അന്നേരത്ത് പാനിക്കായിരുന്നു, ഞാൻ ഭയപ്പെട്ടു പോയി, അതുകൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സമാധാനമൊക്കെ തിരിച്ചു വന്നു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നു, പോലീസുകാർ കീഴടങ്ങി പരിശോധിക്കാൻ പറഞ്ഞു. ഇതൊക്കെ സ്വാഭാവികമായിട്ടും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ്. പക്ഷെ നമ്മളതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ചില സൂചനകൾ നമുക്കിതിനകത്ത് ദുരൂഹതകളിലേക്ക് നീളുന്നതാണ്. ഒന്ന്, അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നു കാറിൽ ഞാൻ ഒറ്റക്കായിരുന്നു എന്നുള്ളത്. കാറിൽ ഞാൻ ഒറ്റക്കായിരുന്നു എന്ന് പറയുന്നത് ഒരു വിശദീകരണം. ഞങ്ങളതിനെ പോയിറ്റീസ് എക്സ്പ്ലനേഷൻ എന്ന് വിളിക്കും. മറ്റേ പോയിറ്റി അല്ല. അപ്പോൾ പോയിറ്റീസ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇല്ലാത്ത കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ന്യായീകരണ പ്രവർത്തനമാണ്. ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് പോകില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒറ്റക്കായിരുന്നു പറയുന്ന സമയത്ത് ഞാൻ ഒറ്റക്കല്ലായിരുന്നു, കൂടെ ആരുണ്ടായിരുന്നു എന്നാണ് ആ പറയുന്നത്. ശ്രീരാം വെങ്കിട്ടരാമൻ്റെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഒറ്റക്കായിരുന്നു, പക്ഷെ പിന്നീടാണല്ലോ അത് ഒരു സ്ത്രീയായിരുന്നു എന്നുള്ളതും മറ്റ് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ പോകുന്നു. അപ്പോൾ മണിയമ്പിള്ള രാജുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാര്? അതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നു. അത് ആണാണോ പെണ്ണാണോ നടിയാണോ? അങ്ങനെ പല തരത്തിലും ഉള്ള ഭാവനകൾക്ക് ചിറക് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് അവകാശമുണ്ട്. അതെ, മണിയമ്പിള്ള രാജുവിന് രക്ഷപ്പെടാൻ അവകാശമുണ്ടെങ്കിൽ, രക്ഷപ്പെടുത്താൻ കേരളത്തിലെ പോലീസുകാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ടോ നമുക്കറിയില്ല, ഉണ്ടെങ്കിൽ നമുക്ക് ഭാവനകളിലൂടെ പലതും പറയാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് പറഞ്ഞപ്പോഴാ ഈ പോലീസുകാർക്ക് രണ്ട് തട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഈ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പാട്ടുകാരിയുടെ ഒരു കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വലിയ രീതിയിൽ കത്തിപ്പടരുന്ന ഒരു സമയമാണ്. അന്ന് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്തു. ആ വാർത്തയ്ക്ക് പിന്നാലെ ഗായികയുടെ അനുജത്തിയും കൂടി കൊച്ചി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തു. പരാതിയുമായി ഞാനിപ്പോൾ പോലീസുകാരൻ്റെ പേര് പറയില്ല, കാരണം അങ്ങനെ റിട്ടയർഡ് ആവാൻ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ എന്നാണ് പറയുന്നത്, അതുകൊണ്ട് പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഞങ്ങളെ വിളിച്ചു, 3 മാധ്യമപ്രവർത്തകരെ ഞങ്ങളെ വിളിച്ചു. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പാട്ടുകാരിയുടെ അനിയത്തിയുമായി പോലീസ് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നു. അപ്പം ഞങ്ങളെ വിളിച്ചു. അപ്പം എൻ്റെ കൂടെയുള്ള 2 പേരും വലിയ ധൈര്യത്തിലാണ് അകത്തേക്ക് കയറുന്നത് വരെ ഇരുന്നത്. അപ്പം ഞാൻ വലിയ പേടിച്ച, കാരണം നമുക്ക് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ ഒരു പേടിയാണ്. അപ്പം ഞാൻ വലിയ ഭയത്തിലാണ് ഞാൻ അകത്തേക്ക് കയറി. അപ്പം എൻ്റെ 2 വശത്തിരിക്കുന്ന ഒരു ഭയങ്കര ആത്മധൈര്യമൊക്കെ കാണിച്ചപ്പോൾ ഞാൻ വെച്ചാൽ അവരിപ്പോൾ വലിയ ഇതായിട്ട് പറയുമെന്ന്. ഞാൻ അകത്ത് ചെന്ന് കയറി കസേരയിലിരുന്ന് അതോടുകൂടി ഏറ് പിടിച്ചിരുന്നവർ ഇങ്ങനെയായി. അപ്പം എനിക്ക് മനസ്സിലായി ഇവരെ കാറ്റ് പോയി എന്നുള്ളത്. ഞാൻ ഇങ്ങനെ കയ്യും കെട്ടിയ പോലീസുകാരൻ പറയുന്നത് കേട്ടോണ്ടിരുന്നപ്പോൾ ഈ പോലീസുകാരൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇയാൾ പൊടുന്നനെ എന്നോട് ചോദിക്കുകയാണ്, കയ്യും കെട്ടി നീ അങ്ങ് ഇരിക്കുകയാണോ? എന്നെ പിടിച്ച് മൂലയിൽ നിർത്തട്ടെ. എന്തോ ഞാൻ കൊലക്കുറ്റം ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത് പോലെ, ഒരു സ്ത്രീ ആണെന്ന് പോലും ഉള്ളൊരു പരിഗണനയുടെ പ്രശ്നമല്ല അത്. നമ്മൾ ചെയ്ത കുറ്റം എന്താണ് എന്നുള്ളത് അനുസരിച്ചല്ലേ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ കൈകെട്ടി ഇങ്ങനെ ഇരുന്നു. ഇതാണ് അയാളെ വല്ലാതെ ഒന്ന് പ്രകോപിപ്പിച്ചത്. അപ്പൊ അയാൾ എന്നോട് പറയാണ്, നീ കയ്യും കെട്ടിയെങ്കിൽ എന്താ നിന്റെ ഉദ്ദേശം? നിന്നെ പിടിച്ച് അവിടെ നിർത്തട്ടെ. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന 2 പേര്, അല്ല സാർ അത് അങ്ങനെയല്ല ഇങ്ങനെ. ഞാൻ അപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു, കാരണം ഞാൻ അതിൻ്റെ അകത്ത് കയറുന്നവർ എനിക്ക് വലിയ പേടിയായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ ഈ പരാതി കൊടുത്തവരോടുള്ള പോലീസിന്റെ ഒരു അമിത സ്നേഹം, വാത്സല്യം, അവരെ വിളിച്ച് നമ്മളെ ഇന്ന് തന്നെ തൂക്കിക്കൊല്ലണോ അതോ നാളത്തേക്ക് ഇത് മാറ്റിയാൽ മതിയോ എന്നൊക്കെയുള്ള കുശി സംസാരങ്ങൾ, പിന്നെ അവരെ കുശലാന്വേഷണം, ഇതൊക്കെ അങ്ങ് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഇവർ ശമ്പളം വാങ്ങുന്നത്. അപ്പൊ എന്താ കാര്യമെന്ന് പോലും ചോദിക്കാതെ ഇയാളങ്ങ് വലിയ രീതിയിൽ പിന്നെ ഇങ്ങനെ വല്ലാത്തൊരു സൗണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ പിന്നെ ആക്രോശിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ പുറത്തിരിക്കൂ, ഞാൻ ഇവരോട് സംസാരിക്കട്ടെ. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ വന്ന് 2 പേര് പറഞ്ഞു, തിരിച്ചൊന്നും പറയാൻ പോകണ്ട, കാരണം എന്തെങ്കിലുമൊക്കെ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ പുറകെ നടക്കണം, അതുകൊണ്ട് ഒന്നും പറയാനൊന്നും പോകണ്ട, എന്തെങ്കിലും കേട്ടാ അങ്ങ് വിട്ടുകൾ. അവസാനം ഞങ്ങളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ടാണ് അയാൾ അവിടെ നിന്ന് വിട്ടത്. പക്ഷെ അതെന്നെ വല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ അതായത് അപ്പുറത്ത് നിൽക്കുന്നത് ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാളോ രാഷ്ട്രീയ ഉന്നതനോ വല്ല പണക്കാരനോ ആണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല, അതൊരു സാധാരണക്കാരാണ്. കാരണം നമ്മളൊക്കെ ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് പൊതുവേ ഒരു പുച്ഛമാണ്. അപ്പോൾ നമ്മളിപ്പുറത്ത് നിൽക്കുന്നവർ ഓൺലൈൻ മീഡിയാസ് ആണ്, ഇവരെ ഒന്നും നമ്മൾ വകവയ്ക്കേണ്ട കാര്യമില്ല, ഇവരെന്തും പറയാം, ഇവരെ എന്ത് പറഞ്ഞാലൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ പോലീസുകാർ എന്നോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്താൽ ഒരുപക്ഷെ അതിൻ്റെ അകത്ത് പിന്നെ നിയമത്തെക്കുറിച്ച് അറിയാവുന്ന മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്കെതിരെ കേസ് നിലനിൽക്കും എന്നുള്ളതാണ്. പക്ഷെ
പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് രംഗത്തെത്തി. പക്ഷെ നമ്മൾ അതിനൊന്നും പോയില്ല. അന്ന് മുതൽ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പോലീസുകാരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, എല്ലാ പോലീസുകാരും അല്ല, നല്ലവരായ ഒരുപാട് പോലീസുകാരെ ഈ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ല ഒരുപാട് പോലീസുകാരുണ്ട്. പക്ഷെ അതിനിടയിൽ കുറെ പുഴുക്കുത്തുകളും ഉണ്ട് എന്നുള്ളതാണ്. അവരാണ് ഇത്തരത്തിൽ പോലീസുകാരെ മുഴുവൻ പറയിപ്പിക്കുന്നത്. അവരെ പോലുള്ള കുറെ പേരാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു സാധാരണക്കാരാണെങ്കിൽ ഉന്നതം വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറയോ, ഫോൺ ഓഫാക്കി വെച്ചോ, വീട്ടിലില്ല എന്ന് പറഞ്ഞോ, നാളെ രാവിലെ ഇത്ര മണിവരെ പിടി കൊടുക്കരുത്, ഇതൊക്കെ പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മണിയമ്പിള്ള രാജു വീട്ടിലുണ്ടോ? ഇല്ല, എന്നാ പോവാം. ഇല്ല എന്ന് ഭാര്യ പറഞ്ഞു. ഇത്രേ ഉള്ളൂ കാര്യം. അതെ. അപ്പോൾ സാധാരണ ഇതിലൊരു മനുഷ്യനാണെങ്കിൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ലൊക്കേഷൻ എവിടെയാണ്, എങ്ങോട്ടേക്ക് പോകാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരേണ്ടതാണ്. ഇവിടെ ഇത് സംഭവിച്ചത് മാത്രമല്ല, പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്ന് രാവിലെ ഈ പറയുന്ന മണിയമ്പിള്ള രാജു അവിടെ വൈദ്യപരിശോധനയ്ക്ക് പോകുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ ചിരിച്ച് വളരെ സന്തോഷവാനായിട്ട് ഒരു അപകടം ഉണ്ടായി. പാനിക് ആയതുകൊണ്ടാണ് അദ്ദേഹം വാഹനം നിർത്താതെ പോയത്. അപ്പൊ മദ്യപിച്ചിരുന്നു എന്ന്, അത് ഞാൻ ഇന്നലെ മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് ഞാൻ പേടിച്ചു പോയി, അങ്ങനൊന്നും മണിയമ്പിള്ള രാജു പറയുന്നില്ലല്ലോ. അപ്പൊ തന്നെ ന്യായീകരിക്കാനായിട്ട്, തൻ്റെ ഭാഗം ക്ലിയർ ആണെന്ന് വരുത്തി തീർക്കാനേ എപ്പോഴും ഈ സെലിബ്രിറ്റി ശ്രമിച്ചുള്ളൂ. ഈ സെലിബ്രിറ്റിക്ക് കൂടെ പിടിച്ചത് പോലീസുകാരും ഏതെങ്കിലും രാഷ്ട്രീയക്കാരുമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സാധാരണക്കാർ ഈ നിയമത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക? അല്ല, സാധാരണക്കാർക്ക് നിയമത്തിലുള്ള വിശ്വാസം പല ഘട്ടങ്ങളിലും നഷ്ടപ്പെടുന്നത് അവരുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ്. അല്ലെങ്കിൽ അവർ പൊതുവെ കരുതുന്നത് കോടതി നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ്. പക്ഷേ അവരുടെ സ്വന്തം അനുഭവങ്ങളിൽ പലപ്പോഴും അവർക്ക് മോശമായ ഫലങ്ങളുണ്ടാകുമ്പോൾ അവർ കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും. ദൈവവിശ്വാസം മനുഷ്യന് നഷ്ടപ്പെടുന്ന അങ്ങനെയാണ്. സ്വന്തം അനുഭവം വരുന്ന സമയത്ത് ദൈവം എന്നോട് ഇത് ചെയ്തോ എന്ന് ചോദിക്കും. അതുപോലെ പോലീസ് ഞങ്ങളോട് ഇത് ചെയ്തോ, കോടതി ഞങ്ങളോട് ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുന്ന ഇത് സ്വന്തം അനുഭവത്തിലെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും. എന്തായാലും ഈ സെലിബ്രിറ്റികളും സാധാരണക്കാരും അതൊന്നും രണ്ട് തട്ടിൽ തന്നെയാണ്. അതെപ്പോഴും ഉണ്ടാവും. ഈ കോരൻ കുമ്പിളിൽ കഞ്ഞി പിടിച്ച കാലവും ഇന്നത്തെ കാലവും വ്യത്യാസമാണെങ്കിലും വേറൊരു രീതിയിൽ ഇന്നും കോരന്മാരുണ്ട്. അവർ സാധാരണക്കാരെ എങ്ങനെ ജീവിക്കാൻ.